शांति शांति शांति। हरि ओम। ഭഗവത്ഗീത 4-ാമത്തെ അധ്യായം 11-ാമത്തെ ശ്ലോകം. നമ്മൾ 10-ാമത്തെ ശ്ലോകം കണ്ടതല്ലേ അല്ലേ? ഇല്ല, 10 പറഞ്ഞില്ല. 9 വരെ പറഞ്ഞുള്ളൂ. 9. അപ്പോ 10-ാമത്തെ ശ്ലോകം. ഇത് വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ഈ 10-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിൽ ഇതിനു മുമ്പ് എന്താ പറയുന്നത്? ആദ്യം ഭഗവാൻ ഈ അധ്യായത്തിൽ തുടക്കത്തിൽ പറയുന്ന കാര്യം, ഈ ജ്ഞാനമാണ് ഞാൻ ആദ്യം സൂര്യന് കൊടുത്തതും, ആ സൂര്യ ഭഗവാൻ ഈ ജ്ഞാനം ഇക്ഷ്വാകു മനുവിന് പറഞ്ഞു കൊടുത്തു. പിന്നെ മനു ഈ ജ്ഞാനം ഇക്ഷ്വാക്കുവിന് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോ അർജുനന് ഉണ്ടാവുന്ന സംശയം, സ്വാഭാവികമായി ഉണ്ടാവുന്ന സംശയം, അതെങ്ങനെയാണ്? നിങ്ങളിപ്പോഴാണല്ലോ ജനിച്ചത്, ഞാനും ഇപ്പോഴാണ് ഈ അടുത്ത കാലത്ത് ജനിച്ചത്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ പണ്ടുണ്ടായിരുന്ന സൂര്യഭഗവാൻ, പണ്ട് എപ്പോഴോ തൊട്ടുണ്ടല്ലോ, ആ സൂര്യഭഗവാൻ എങ്ങനെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു? മാത്രമല്ല ഈ ഇക്ഷ്വാക്കു എന്നൊക്കെ പറയുമ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ജനിച്ച കുലത്തിന്റെ പൂർവപുരുഷനാണ്. അപ്പോ ആ ഇക്ഷ്വാക്കുനെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ജനിച്ചു, അവതരിച്ചു, പിന്നെയല്ലേ ഭഗവാൻ ശ്രീകൃഷ്ണൻ വരുന്നു. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്നു, അതങ്ങനെയല്ല. നീ ഇതിനു മുമ്പ് കുറെ പ്രാവശ്യം ജനിച്ചിട്ടുണ്ട്, ഞാനും അവതരിച്ചിട്ടുണ്ട്, അവതാരം എടുത്തിട്ടുണ്ട്. പക്ഷെ നിനക്ക് അതൊന്നും ഓർമ്മയില്ല, എനിക്ക് എല്ലാം ഓർമ്മയാണ് എന്ന് പറയുന്നു. അപ്പൊ പിന്നെ സ്വാഭാവികമായി നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും, എന്തുകൊണ്ടാണ് ഈ ഭഗവാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ അവതാരം എടുക്കുന്നതെന്ന്. അതിന്റെ ഉത്തരമായി ഭഗവാൻ പറയുന്നു, എപ്പോഴൊക്കെയാണോ ധർമ്മം ബലഹീനമാകുന്നത്, എപ്പോഴൊക്കെയാണോ അധർമ്മത്തിന് കരുത്ത് അല്ലെങ്കിൽ ബലം കൂടുന്നത്, ആ സമയത്തിൽ ധർമ്മത്തിനെ പുനഃപ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും സജ്ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഞാൻ അവതരിക്കുന്നു, അവതാരമെടുക്കുന്നു. അപ്പോ അതിലെ അവസാനം, ഇതിന് തൊട്ടു മുമ്പുള്ള ശ്ലോകത്തിൽ, 9-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഇതാണ് പറയുന്നത്, ഇങ്ങനെയാണ് ഞാൻ, അതായത് ഈ അവതാരം എടുക്കുന്നത് ഞാൻ ഭഗവാനാണ് എന്ന് ആരാണോ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്, ആ വ്യക്തി വീണ്ടും ജനിക്കുന്നില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് കണ്ടു. ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവനെ അവതാരമായി മനസ്സിലാക്കിയിരിക്കുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെ അവതാരമെന്നും ഭഗവാന്റെ അവതാരമെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തി വളരെ അപൂർവമായിരുന്നു. അപ്പൊ അങ്ങനെ ആരാണോ മനസ്സിലാക്കുന്നത്, ആ വ്യക്തി ദേഹം ത്യക്ത്വ, ഈ ശരീരം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ശരീരം മരിക്കുമ്പോൾ, നഷ്ടപ്പെടുമ്പോൾ, പുനർജന്മ ന ഏതി, ആ വ്യക്തി ഒരിക്കലും
വീണ്ടും ജനിക്കുന്നില്ല, പുനർജന്മം എടുക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ. അപ്പോ ഞാൻ ആരാണ്, അതായത് ഈ അവതാരം അത് യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിഞ്ഞ വ്യക്തി, ഈ അവതാരം ഭഗവാൻ തന്നെയാണ് സാക്ഷാത് എന്നറിഞ്ഞ വ്യക്തിക്ക് ജന്മം ഉണ്ടാകുന്നില്ല. ജനന മരണ ചാക്രിക അവസ്ഥയിൽ നിന്ന് അവര് മുക്തരാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ എങ്ങനത്തെ വ്യക്തിയാണ് ശരിക്കും അങ്ങനെ മുക്തരാകുന്നത് എന്നുള്ളതായിരിക്കും ചോദ്യം. അല്ലെങ്കിൽ ആർക്കാണ് ആ അവതാര പുരുഷനെ കണ്ടിട്ട് ഇത് യഥാർത്ഥത്തിൽ ഭഗവാനാണെന്ന് മനസ്സിലാവുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായി നമുക്കുണ്ടാവാം. അതിന് ഉത്തരമായിട്ടാണ് 10ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്, വീതരാഗ ഭയക്രോധ മന്മയാ മാം ഉപാശ്രിതാഃ ബഹവോ ജ്ഞാന തപസ പൂതാ മദ്ഭാവം ആഗതാഃ. വീതരാഗ ഭയക്രോധ. രാഗം എന്ന് വെച്ചാൽ, രാഗ എന്ന് വെച്ചാൽ ആസക്തി, ഭയ എന്ന് വെച്ചാൽ പേടി, ഭയം, ക്രോധാഹ എന്ന് വെച്ചാൽ ദേഷ്യം, കോപം, ക്രോധം. ഇതിൽ നിന്നൊക്കെ മുക്തനായിരിക്കുന്ന ഒരു വ്യക്തി, അതായത് ഇതൊക്കെ മറികടന്നിരിക്കുന്ന ഒരു വ്യക്തി, മന്മയാഹ, മൻ എന്ന് പറഞ്ഞാൽ മത്ത്, മത്മയാഹ, മന്മയാഹ, എന്നിൽ തന്നെ, എൻ്റെ ചിന്തയിൽ തന്നെ എപ്പോഴും സമയം ചെലവാക്കുന്ന വ്യക്തി, എപ്പോഴും എൻ്റെ ചിന്ത മാത്രം ഉള്ള വ്യക്തി, മാം എന്നെ, ഉപാശ്രിതാഹ ആശ്രയിച്ചിരിക്കുന്ന വ്യക്തി. അതാരൊക്കെയാണോ അങ്ങനെയുള്ള വ്യക്തികൾ, അങ്ങനെ ഉള്ള ആൾക്കാർ, വീതരാഗ ഭയക്രോധാഹ, ആസക്തി, ഭയം, കോപം, ദേഷ്യം, ഇതിൽ നിന്ന് മുക്തരായിരിക്കുന്നവർ, എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആൾക്കാർ, എന്നിൽ ആശ്രയം കണ്ടിരിക്കുന്ന ആൾക്കാർ, അവരെങ്ങനെയാണ്? ജ്ഞാന തപസ, അവര് ജ്ഞാനത്തിൻ്റെ തപസ് കൊണ്ട് പൂതാഹ ശുദ്ധരാകുന്നു, ബഹവഹ പലരും അങ്ങനെ ആകുന്നു, മദ്ഭാവം ആഗതാഹ മദ്ഭാവം എൻ്റെ അവസ്ഥ അല്ലെങ്കിൽ എൻ്റെ സ്ഥാനം, ആഗതാഹ അവര് പ്രാപിക്കുന്നു. അപ്പൊ ഇവിടെ വീതരാഗ ഭയക്രോധാഹ, ഇതിൽ ഓരോ കാര്യം നമ്മൾ മനസ്സിലാക്കണം. രാഗ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് ഈ ഭഗവത്ഗീതയുടെ 2ാമത്തെ അധ്യായത്തിൽ 62ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞു. രാഗ, ആസക്തി. ആസക്തി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഒരു വ്യക്തി ഇന്ദ്രിയങ്ങളിലൂടെ ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ നിന്ന് ആസക്തി ഉണ്ടാകുന്നു. ചിന്തിക്കുമ്പോൾ എന്ന് വെച്ചാൽ ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ നിന്ന് ആസക്തി ഉണ്ടാകുന്നു. ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ആവർത്തിച്ച് ചിന്തിക്കും? അപ്പോൾ അതിന് 2 കാരണം. ഒരു കാരണം ആഗ്രഹമുള്ളത് കൊണ്ട്, എനിക്ക് ഈ വിഷയത്തിനെ നേടണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. മനസ്സിന് വേറെ എവിടെയും പോകാൻ കഴിയില്ല. പിന്നെ ആ 2ാമത്തെ കാര്യം എന്താണ്? 2ാമത്തെ കാരണം എന്താണ്? ആഗ്രഹത്തിനെ സൃഷ്ടിക്കുന്നത്.
അപ്പോൾ പരസ്യം എന്ന് പറയാം, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഒന്നും ഒരു വിഷയത്തിനെ കുറിച്ച് ഒന്നും അറിയുന്നില്ല, ചിന്തിക്കുന്നില്ല. പക്ഷേ വീണ്ടും വീണ്ടും ഇന്റർനെറ്റ് തുറന്നാലോ, പത്രം തുറന്നാലോ, അല്ലെങ്കിൽ TV തുറന്നാലോ വീണ്ടും വീണ്ടും ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മുടെ അടുത്ത് പറയുന്നു. അപ്പൊ അങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ അത് കേൾക്കുമ്പോൾ, കാണുമ്പോൾ നമുക്ക് തോന്നും, ഓ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലേ, അതേക്കുറിച്ച് നമുക്ക് നോക്കിയാലോ എന്ന്. അതുകൊണ്ട് തന്നെയാണ് പലരും ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോൾ അവിടുന്ന് മടങ്ങി വരുമ്പോൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കണ്ടു, അപ്പോൾ ഇഷ്ടപ്പെട്ടു, വാങ്ങിച്ചു. അവരുടെ ചോദിച്ചാൽ അവർ തന്നെയാണ് മറുപടി പറയുന്നത്. ഇത് തന്നെയാണ് മറുപടി പറയുന്നത്. ഇതിനേക്കാളും കൂടുതലല്ല, കുറവുമല്ല. എന്താണ്? കണ്ടു, ഇഷ്ടപ്പെട്ടു, വാങ്ങിച്ചു. അപ്പോൾ അതിൽ പറയും ബൈ 1 get 1 ഫ്രീ. ചിലപ്പോൾ ബൈ 1 get 2 ഫ്രീ ആയിരിക്കും. അപ്പോൾ അവർ പറയും ഇതിപ്പോൾ നല്ല ചെറിയ വിലയ്ക്ക് കിട്ടി, അതുകൊണ്ട് വാങ്ങിച്ചു. അത് ചിലപ്പോൾ 10 വർഷമായാലും അത് മൊത്തം ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷെ ചെറിയ വിലയ്ക്ക് കിട്ടി. ഇപ്പം ഈ പരസ്യം അല്ലെങ്കിൽ ഇതുപോലത്തെ വിൽക്കാനുള്ള സൂത്രപരിപാടി, ടെക്നീക്സ്, അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ചെയ്യുന്നത്, കച്ചവടക്കാർ ചെയ്യുന്നത്, കച്ചവട സ്ഥാപനങ്ങൾ ചെയ്യുന്നത്. കാരണം ഇവർക്കൊക്കെ ഈ ഭഗവത്ഗീതന്റെ കാര്യം അറിയാൻ തോന്നുന്നു. ധ്യായത്തോ വിഷയാൻ പുംസഹ. പുംസഹ എന്ന് വെച്ചാൽ ഈ ശരീരത്തിൽ ജീവിക്കുന്ന വ്യക്തി, മനുഷ്യൻ എന്ന് പറയാം. പുംസ എന്ന് വെച്ചാൽ ആണെന്നല്ല, ഒരു വ്യക്തി. അപ്പോ ധ്യായത്തോ വിഷയാൻ പുംസഹ, ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നു. സംഗഹ തേഷു ഉപജായത്തെ. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് എന്താകുന്നു? ആ വ്യക്തി അതിൽ ആസക്തനാകുന്നു. സംഗഹ എന്ന് വെച്ചാൽ ആസക്തി, അറ്റാച്ച്മെന്റ്. വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, ഒരു കാക്കയും തൻ്റെ കുഞ്ഞിനെ നോക്കി വളരെ ആസക്തനായിരിക്കുന്നു. എന്തുകൊണ്ട്? ആസക്തിയുള്ള ആ കാക്കയ്ക്ക്. എന്തുകൊണ്ട്? കാക്ക അങ്ങനെ വലിയ സ്വരത്തിലൊന്നും പാടില്ല, ലതാ മങ്കേഷ്കർ പോലെ ഒന്നും കാക്ക പാടില്ല. പക്ഷെ കാണാനും അങ്ങനെ നമ്മൾ കറുത്ത കാക്കയല്ല. അപ്പോൾ അങ്ങനെ സാധാരണ നമ്മൾ പൊതുവെ ഈ സൗന്ദര്യം എന്നൊക്കെ വിചാരിക്കുന്ന പോലെയല്ല കാക്ക. പക്ഷെ എന്തുകൊണ്ടാണ് കാക്കയുടെ അമ്മയ്ക്ക് ആ കുട്ടീനെ കണ്ട അത്ര സ്നേഹം? കാരണം ഇത് കുറേ ദിവസമായിട്ട് ഇത് കണ്ട് കുറേ ദിവസമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ആസക്തി ആയിരിക്കുന്നതാണ് എന്ന് വിവേകാനന്ദ സ്വാമികൾ പറയുന്നു. അപ്പൊ ഇത് ആസക്തി. അപ്പൊ എല്ലാം കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആവർത്തിച്ച് കാണുന്നത് കൊണ്ടും ആവർത്തിച്ച് അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടും നമ്മൾ അതിൽ ആസക്തരാകുന്നു. ഈ ശീലം, എല്ലാ ശീലവും നമ്മൾ പറയുന്ന ശീലം, ദുശീലം, നല്ല ശീലം, യഥാർത്ഥത്തിൽ എല്ലാ ശീലം ദുശീലമാണ്. കാരണം ഈ ശീലം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റില്ല, അതാണ് ശീലം. അപ്പൊ അത് ആവർത്തിച്ച് ചെയ്യുന്നത് കൊണ്ട്. ഇനിയിപ്പോ നല്ല ശീലം എന്താണ്? അങ്ങനെ ഒരു ശീലമില്ല. അതായത് ഇതിലും അടിമയാകാതിരുന്നാലാണ് നല്ല ശീലം. അപ്പോൾ ഏത് മുഹൂർത്തത്തിലും അവിടുന്ന് മാറാൻ പറ്റിയെങ്കിൽ പിന്നെ അത് ശീലമാകില്ലല്ലോ. പറയുന്ന മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശീലം എന്ന ഒന്നാകണമെങ്കിൽ അത് ആവർത്തിച്ച് നടക്കണം. അങ്ങനെ ആവർത്തിച്ച് അത് നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മളതിന് അടിമയാകുന്നു. അപ്പൊ പലപ്പോഴും നമ്മൾ നല്ല കാര്യം എന്ന് വിചാരിച്ച് ചെയ്യുന്നതും പെട്ടെന്ന് സാഹചര്യം മാറിയാൽ നമുക്കതിനെ മാറ്റാൻ പറ്റില്ല. അത് പലരും രാവിലെ എഴുന്നേൽക്കണം, നല്ലതാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് നല്ലതാണ്. രാവിലെ എഴുന്നേറ്റ് കുളിക്കണം. കുളിക്കുന്നത് വളരെ നല്ലതാണ്. അവരവന് നല്ലതില്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരിനെ കണ്ട് അത് അവർക്ക് വേണ്ടിയിട്ട് നല്ലതാണ്. കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥിക്കണം, അതും നല്ലതാണ്. പ്രാർത്ഥിക്കണം, ധ്യാനിക്കണം, എല്ലാം നല്ലതാണ്. അപ്പൊ ഇതൊക്കെ എല്ലാം നല്ല ശീലങ്ങളാണ്, ശരിയാണ്. പിന്നെ അങ്ങനെ അവർ പ്രാർത്ഥിച്ചു വരുന്നു, ധ്യാനിച്ചു വരുന്നു. ഇത് ചെയ്യണം. കാരണം ഇന്ന് പലരും, ഭൂരിപക്ഷ ആൾക്കാർ ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചെയ്യണം. പക്ഷേ
ഒരു വ്യക്തി വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു, യാത്ര പോകുന്നു. ആ യാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം രാത്രി മുഴുവൻ യാത്ര ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല, കാരണം യാത്രയിലാണ്. അപ്പോൾ ഉറക്കത്തിന് ശരിക്കുമായിട്ടില്ല. പിന്നെ ഇത് അവിടെ പോയി ചേരുന്ന ഇടയ്ക്ക് ഉച്ചയ്ക്കാവും. അപ്പോൾ കുളിക്കാൻ പറ്റില്ല, ഉച്ചയ്ക്കേ കുളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ധ്യാനിക്കുന്നതൊക്കെ ആ വണ്ടിയിലോ അല്ലെങ്കിൽ എവിടെയാണോ ട്രെയിനിലോ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഈ ശീലം, നല്ല ശീലം എന്ന് നമ്മൾ വിചാരിക്കുന്നത്, അതിന് നമ്മൾ അടിമയാണെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ട എന്താവും, ഒരുപാട് ചാഞ്ചല്യപ്പെടും മനസ്സ്. വെപ്രാളം ഉണ്ടാവും. അയ്യോ എനിക്ക് ധ്യാനിക്കാൻ പറ്റില്ല, അയ്യോ എനിക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ശീലങ്ങളും യഥാർത്ഥത്തിൽ നമ്മളെ അടിമയാണ് ആക്കുന്നത്. അതുകൊണ്ട് ഈ ശീലം എന്ന് പറഞ്ഞാൽ ആവശ്യമാണ്. മനസ്സിൻ്റെ പക്വത വരാൻ വേണ്ടിയിട്ട് നല്ല ശീലങ്ങൾ ആവശ്യമാണ്. മനുഷ്യന് യഥാർത്ഥ പരിശീലനം നൽകാൻ വേണ്ടി ആവശ്യമാണ്. പക്ഷേ അതിനെയും നമ്മൾ മറികടന്ന് പോകണം. അതാണ്. അപ്പോൾ ഈ രാഗ എന്ന് പറയുന്നത് അത് ആസക്തി. ആസക്തി നല്ല കാര്യങ്ങളോടും ആവാം, ചീത്ത കാര്യങ്ങളോടും ആവാം. രണ്ടും ഒരേപോലെ നമുക്ക് വിഷമം അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാക്കാൻ കൂടിയതാണ് ഈ ആസക്തി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ദുഃഖമേ ഉണ്ടാവുള്ളൂ, വിഷമമേ ഉണ്ടാവുള്ളൂ. നല്ല കാര്യങ്ങളോട് ആസക്തി ഉണ്ടായിരുന്നാലും ചീത്ത കാര്യങ്ങളോട് ആസക്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് രാഗ. രാഗ എന്നുള്ളത് പെട്ടെന്ന് ഉണ്ടാവുന്നതാണ്. ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു, ധ്യായത്തോ വിഷയാൻ പുംസഹ. അപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു, സംഗഹത്തേഷു ഉപജായത്തെ. അവിടെ തന്നെ ആദ്യത്തെ ഘടകം തന്നെ അവിടെ ആസക്തരാകുന്നു. വേറെ ഒന്നും വേണ്ട. ഇപ്പൊ 2 സിനിമ കണ്ടാൽ തന്നെ ഒരു സിനിമാ താരത്തിന്റെ വലിയ ഫാനാവും. എന്ത് ഫാന്? അപ്പോ അതാവും, വലിയ ആരാധകനാവും. എന്തുകൊണ്ട്? കാരണം 2 പ്രാവശ്യം കണ്ടു. അപ്പോൾ ഒരു സിനിമ 2.5 മണിക്കൂർ, 5 മണിക്കൂർ ആ താരത്തിനെ കണ്ടു. അപ്പൊ അതുകൊണ്ട് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ ആസക്തരാകുന്നു. അത്രയ്ക്കേ വേണ്ടുള്ളൂ. അത്ര വേറെ വലിയ ഇതൊന്നും വേണ്ട, ആസക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്നു നമ്മൾ എത്രയൊക്കെ മനസ്സിലാക്കി, ഒരുപാട് ആത്മീയ സാധനങ്ങളൊക്കെ ചെയ്തു എന്ന് വിചാരിക്കുമ്പോൾ ഏതോ ഒരു സ്ഥലത്തുനിന്ന് ഒരു ആസക്തി വരും. എന്നിട്ട് അതിൽ ആസക്തരായി കുടുങ്ങും. അതുകൊണ്ട് തന്നെ ഭരതമുനി എന്നൊക്കെ പറയുന്ന ആ മഹത് വ്യക്തിയുടെ ജീവിതം നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കണം. ഒരു വലിയ മാനസിക അല്ലെങ്കിൽ ആത്മീയ അവസ്ഥയിൽ ഉണ്ടായിരുന്ന ഋഷി അവസാനം ഒരു മാനിനെ കണ്ട് അതിൽ ആസക്തനായി, എന്നിട്ട് അവസാനം മാനായി ജനിച്ചു. മനുഷ്യജീവിതം പോലെ കിട്ടില്ല, മനുഷ്യജന്മം പോലും കിട്ടില്ല, മാനായി ജനിച്ചു. പിന്നീടാണ് അത് മനസ്സിലാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ജനിക്കുമ്പോൾ ആദ്യം തൊട്ട് തന്നെ ഒന്നും സംസാരിക്കാതെ ഈ തെറ്റ് മനസ്സിലാക്കിയിട്ട് ഒന്നിലും ആസക്തനാകാതെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പേര് വന്നു ജഡഭരതൻ. ജഡൻ പോലെ ഉണ്ടായിരുന്നു, ഒന്നും മിണ്ടാതെ. എങ്ങനെയാണോ ഒരു ജഡ വസ്തു ഉണ്ടാവാറ് അതുപോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആസക്തി അത്രയ്ക്കും അപകടകാരിയാണ്. മാതൃദേവി പറയുന്നു, ഒരു രസഗുള്ള കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നാൽ പോലും വീണ്ടും ജനിക്കണമെന്ന്. ആലോചിച്ച് നോക്കൂ. രസഗുള്ള എന്ന് പറഞ്ഞാൽ, ഞാനിത് ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കോഴിക്കോടിലും 50 രൂപയ്ക്കൊക്കെ കിട്ടും രസഗുള്ള, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു ജന്മം 50 രൂപയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും അതിലെന്താ മനസ്സിലാക്കണം വെച്ചാൽ, മനസ്സിന് പരിശീലനം കൊടുക്കണം. ധ്യായത്തോ വിഷയാൻ പുംസഹ എന്നുള്ളത് അത് എപ്പോൾ നോക്കിയാലും ഓരോ മുഹൂർത്തവും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ പലരും പറയും, വിഷയത്തിനെ കുറിച്ച് ചിന്തിച്ചാലേ ആസക്തി, ഞാൻ ചിന്തിക്കില്ല എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല. കാരണം നിങ്ങൾ എവിടെ നോക്കിയാലും എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവും. ആ വിഷയത്തിനെ കണ്ടാൽ തന്നെ അതിൻ്റെ ചിന്ത മനസ്സിൽ വരും. അപ്പൊ ഇവിടെ മനസ്സിന് പരിശീലനം നൽകാനും അതുപോലെ തന്നെ അതിൻ്റെ പക്വത നേടാനും അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതെങ്ങനെ ചെയ്യും? ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, പ്രാണനല്ല, ആനന്ദമയ കോശമല്ല എന്നിങ്ങനെ നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ഭഗവാന്റെ
സന്തതിയാണ്, ഞാൻ ഭഗവാന്റെ ബന്ധുവാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ ഭഗവാന്റെ ദാസനാണ് എന്നുള്ള രീതിയിൽ എപ്പോഴും നോക്കിയാലും നമ്മൾ അതുപോലെ എപ്പോഴെപ്പോഴും നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞു പോകും. അപ്പോൾ എന്താവും? അപ്പോൾ നമുക്ക് ഒരു വിഷയത്തിനെ കാണുമ്പോഴും ഈ വിഷയം നശ്വരമാണ്, അതിനെ കാണുന്ന ഈ ഇന്ദ്രിയവും നശ്വരമാണ്, ഈ ഇന്ദ്രിയത്തിനെ നയിക്കുന്ന ഈ ശരീരം അതും നശ്വരമാണ്. അങ്ങനെ ഇതൊക്കെല്ലാം മനസ്സ് നശ്വരമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഇതൊന്നുമല്ല, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നശ്വരമല്ലാത്ത ശാശ്വതമായിരിക്കുന്ന സനാതനമായിരിക്കുന്ന ഒരേ തത്വം അല്ലെങ്കിൽ ഒരേ കാര്യം അത് ഭഗവാനാണ് എന്ന് വീണ്ടും 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 നമ്മളെ തന്നെ ഓർമ്മിപ്പിച്ചെങ്കിൽ അപ്പോൾ മാത്രമേ ഈ വീതരാഗ ആസക്തി ഇല്ലാത്ത അവസ്ഥ വരുള്ളൂ. അല്ലെങ്കിൽ വരില്ല. ഈ ഉപനിഷത്ത് പഠിക്കാൻ പോയിട്ട് ഉപനിഷത്തിൽ ആസക്തരായ ആൾക്കാർ ഒരുപാടുണ്ട്, കുറച്ചല്ല, ഒരുപാടുണ്ട്. അപ്പൊ അവര് പറയും, എനിക്ക് ഉപനിഷത്തൊക്കെ നല്ലോണം അറിയാം, എനിക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും വിളിക്കും, ഞാൻ നിങ്ങൾക്ക് ഉപനിഷത്ത് വ്യാഖ്യാനിച്ചു തരാം. എന്ത് വ്യാഖ്യാനിച്ചു തന്നാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടിയോ? ഇതിപ്പോ നമുക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കഥയല്ലേ, ഭാഗവതം പറയുന്ന ഒരു വ്യക്തി. ആ വ്യക്തി ഒരു രാജാവ് ഭാഗവത പണ്ഡിതനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ ഭാഗവതം ഒക്കെ അതിനെ കുറിച്ച് നല്ലോണം കേട്ടിട്ടുണ്ട്. അപ്പോൾ രാജാ പരീക്ഷത്തിന് ഇങ്ങനെ മരിക്കും എന്നായപ്പോൾ ഭാഗവതം പഠിപ്പിച്ചു കൊടുത്തല്ലോ. അപ്പോൾ അത് കേട്ടിട്ട് അദ്ദേഹത്തിന് മോക്ഷം കിട്ടിയല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കും അങ്ങനെ പറഞ്ഞു തരണം. അപ്പോൾ ആ പണ്ഡിതൻ വിചാരിക്കുന്നത്, ഇങ്ങനെ 7 ദിവസം ആകുമ്പോൾ എനിക്കും മോക്ഷം കിട്ടണമെന്ന്. അപ്പോൾ 7 ദിവസം ആകുമ്പോൾ 6-ാം ദിവസം വരെ എല്ലാം ഭാഗവതം വ്യാഖ്യാനിച്ചു. പക്ഷെ 7-ാമത്തെ ദിവസം മോക്ഷം കിട്ടിയില്ലെങ്കിൽ ഇദ്ദേഹത്തിന് കിട്ടും മോക്ഷം. അങ്ങനെയാണ് പറഞ്ഞത്. എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ തല കൊയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പണ്ഡിതന്റെ മകള്, വളരെ ബുദ്ധിമതിയായ മകള് പറഞ്ഞു, അച്ഛനൊന്നും കൊണ്ട് പഠിക്കണ്ട, നാളെ ഞാനും വരാന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് പോയി, 2 ആൾക്കാരും പോയി രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു. ആ രാജ ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നല്ലേ, അപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്യുന്നു. അപ്പൊ രാജാ പറഞ്ഞു, ചെയ്യാം, കുഴപ്പമില്ല. രാജാവിന്റെ പണിക്കാരുടെ അടുത്ത് രാജാവിനെ ഒരു തൂണിൽ കെട്ടാൻ പറയുന്നത്. അപ്പൊ രാജാവ് ഭയങ്കര എന്ന തൂണിൽ അല്ല, ഞാനിത് പറയുന്നതാണ്, ഇതൊരു പരീക്ഷണമാണ്, നിങ്ങൾ ചെയ്യുന്നു. ശരി. അപ്പൊ അതുപോലെ തന്നെ എൻ്റെ അച്ഛനെ വേറൊരു തൂണിൽ കെട്ടാൻ കെട്ടാം. അപ്പോ പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് ആ പെണ്ണ് പോയി പറഞ്ഞ, മോള് പോയി പറഞ്ഞു, അച്ഛൻ്റെ മകൾ, ആ ഭാഗവത പണ്ഡിതന്റെ മകള്, ഈ അച്ഛനൊരു കാര്യം ചെയ്യും, രാജാവിനെ പോയി രാജാവിന്റെ കെട്ട് അഴിച്ചു വിടുന്നു. അപ്പോ അച്ഛൻ പറഞ്ഞു, നിനക്കെന്താ വട്ടാണോ? ഞാനിവിടെ തന്നെ എന്നെ കെട്ടി വെച്ചിരിക്കുകയാണല്ലോ തൂണില്, ഞാൻ അങ്ങനെ അത് തന്നെയാണ്. അപ്പൊ അച്ഛന് തന്നെ മോക്ഷം കിട്ടിയിട്ടില്ല. അപ്പൊ അച്ഛൻ എങ്ങനെ രാജാവിന് മോക്ഷം കൊടുക്കും? അതെങ്ങനെ കൊടുക്കും? അപ്പൊ പലരും ഇങ്ങനെ ആലോചിക്കും, ഞാൻ ശാസ്ത്രം വായിച്ചു, മോക്ഷമൊന്നും കിട്ടിയിട്ടില്ല, ശാസ്ത്രം വായിച്ചു, എനിക്ക് ഈ ശാസ്ത്ര വ്യാഖ്യാന കൗശലം, ഇത് വിവേക ചൂടാമണിയിൽ ഭഗവത്പാദ ശങ്കരാചാര്യദേവൻ പറയുന്നതാണ്. വിദൂഷാം ഭുക്തയെ നതു മുക്തയെ, അതായത് പണ്ഡിതന്മാരുടെ ഭോഗത്തിന് വേണ്ടിയിട്ടാണ്, അനുഭവത്തിന് വേണ്ടിയിട്ടാണ്. അത് മുക്തിന് ഒരു കാര്യവും അതിലില്ല എന്നാണ്. അതുകൊണ്ട് മുക്തി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോ വാഗ്വൈഖരി ശബ്ദചരി, ശാസ്ത്ര വ്യാഖ്യാന കൗശലം. അപ്പോ ഇങ്ങനെ സംസാരശേഷിയും വാഗ്മിതയും പിന്നെ ഇങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള കഴിവും, അതുകൊണ്ടൊന്നും മുക്തി കിട്ടില്ല. അതുകൊണ്ട് മുക്തി എന്തുകൊണ്ട് കിട്ടും? ആസക്തി ഇല്ലാതിരിക്കണം. എപ്പോഴും ഞാൻ ആത്മാവാണ്, ബ്രഹ്മനാണ്, ഞാൻ ഭഗവാന്റെ ദാസനാണ് എന്നുള്ള രീതികളിൽ ആ ഭാവങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടാവണം. അപ്പോ മുക്തി കിട്ടും, മോക്ഷം കിട്ടും. അപ്പൊ വീതരാഗ, ഇത് ആദ്യം തന്നെ ഏറ്റവും അപകടമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഇതിന് എന്താണ് സാധന? വിവേകം.
വിവേകം, സാധന ചതുഷ്ടയം എന്ന് പറയുന്ന ആ 4 ഘടകങ്ങളിൽ ആദ്യത്തെ ഘടകമായിരിക്കുന്ന വിവേകം. വിവേകം എന്ന് വെച്ചാൽ എന്താണ്? വിചാരണം. എന്താണ്? നിത്യ അനിത്യ വസ്തു വിവേക. എന്താണോ നിത്യം, എന്താണോ അനിത്യം എന്നുള്ളതിനെ കുറിച്ച് ആ തിരിച്ചറിവ് ഉണ്ടാവുന്നത്, അതാണ് വിവേകം. അതാണ് വിവേകം. അപ്പൊ ആ വിവേകം ഉണ്ടാകണം, ആ തിരിച്ചറിവ് ഉണ്ടാകണം. ആ തിരിച്ചറിവ് ഉണ്ടായാൽ ഞാൻ ആരാണ് യഥാർത്ഥത്തിൽ എന്നുള്ളത് മനസ്സിലാക്കും. അല്ലെങ്കിൽ അഹങ്കാരം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ ഭക്തന്മാര്, അതിപ്പോ പറയാതെ വയ്യ ശരിക്കും, ഞങ്ങളുടെ ഭക്തന്മാര് പോലും തന്നെ എത്ര വീഡിയോ കേട്ടിട്ടുണ്ട്. നീ ഒന്നും കേട്ടില്ലല്ലേ, നീ ഇപ്പോ അടുത്ത കാലത്തല്ലേ ആശ്രമത്തേക്ക് വരുന്നത്. ഞാൻ സീനിയർ ഡിവോട്ടി, ഞാൻ ഒരു 30-40 വർഷമായിട്ട് വരുന്നുണ്ട്. ഞാൻ എല്ലാ സ്വാമിമാരെയും കേട്ടിട്ടുണ്ട്. ഈ സ്വാമിജിയൊക്കെ ഇന്നലെ ചേർന്ന സ്വാമിജി എൻ്റെ കൺമുന്നിൽ ബ്രഹ്മചാരിയായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് സ്വാമിജി എൻ്റെ മുന്നിലാണ് ചേർന്നത്, എൻ്റെ കൺമുന്നിൽ ബ്രഹ്മചാരിയായി, പിന്നെ അത് സന്യാസമൊക്കെ വാങ്ങിച്ചു, ഇപ്പോൾ വലിയ സ്വാമി മഠാധിപതി നോക്കുക. അത് നമ്മളൊക്കെ കണ്ട സ്വാമിയാണ് എന്ന് പറഞ്ഞിട്ട് അതൊരു അഹങ്കാരം. എന്തിൻ്റെ അഹങ്കാരം എന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഉണ്ട്. ഇല്ലൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ട് സീനിയർ ഡിവോട്ടി. അപ്പോൾ ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ വരുമ്പോൾ അവനെ കണ്ട ഒരു പുച്ഛ, ഇന്നലത്തെ പയ്യൻ എന്താ പറയുന്നത്. അപ്പോൾ അത് പിന്നെ എത്ര നാളൊക്കെ എത്ര കേട്ടതാ ലെക്ചർ. എത്ര ആൾക്കാർ എൻ്റെ അടുത്ത് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് നേരെ, സ്വാമി ഞങ്ങളൊക്കെ എത്ര ലെക്ചർ ഞങ്ങളൊക്കെ എത്ര കിട്ടുക. അപ്പോൾ അതായത് ഇത് ലെക്ചറിലൊന്നും കാര്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളൊന്നും വലിയ ലെക്ചറൊന്നും കൊടുക്കണ്ട, കാരണം ഞങ്ങൾ എത്രയോ കേട്ടതാണ്. പക്ഷെ അതിൽ വേറൊരു ചോദ്യമുണ്ട്, ഇത്രയും ലെക്ചർ കേട്ടിട്ട് നിങ്ങൾക്കൊരു ഗുണം ഉണ്ടായില്ലല്ലോ, ആ ഒരു ചോദ്യം ഉണ്ട് അവിടെ. പക്ഷേ നമ്മൾ മാന്യമായി പെരുമാറുന്നത് കൊണ്ട് അത് എപ്പോഴും ചോദിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു അതിലൊരു അഹങ്കാരം. ഞാൻ കുറേ ഇങ്ങനെ പോയിട്ടുണ്ട്, എല്ലാ ആശ്രമവും കണ്ടിട്ടുണ്ട്. ഭഗവാൻ ശ്രീരാമകൃഷ്ണ പരമഹംസനൊന്നും ആയിട്ടില്ലല്ലോ, ആശ്രമം കണ്ടു, ശരി. അതുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു അഹങ്കാരം. അപ്പൊ ഈ രാഗ എന്ന് പറയുന്നത് എത്രയും എളുപ്പം അത് ഉണ്ടാകാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ വിവേക എന്ന് പറയുന്നത്. ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു വിജനവാസം, കുറച്ചു ദിവസം മാറി നിൽക്കണം എന്ന്. ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താന്ന് വെച്ചാൽ, ഈ മാറി നിൽക്കുമ്പോൾ വേറെ ആർക്കും ഗുണം ഉണ്ടായില്ലെങ്കിലും വീട്ടിലുള്ള ആൾക്കാർക്ക് ഗുണമുണ്ടോ. ഇയാൾ മാറി നിൽക്കുമ്പോൾ കുറച്ച് അവർക്ക് മനസ്സമാധാനം ഉണ്ടോ. അപ്പോ കുറച്ച് ആർക്കെങ്കിലും ഗുണമുണ്ടോ, അത് ഞാൻ മനസ്സിലാക്കി. ഇത് മാറി നിൽക്കുന്നത് നല്ലതാണ്. അപ്പൊ വിജനവാസം എന്തുകൊണ്ട്? അവിടെ ഭഗവാൻ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട് സാധന എങ്ങനെ ചെയ്യണം. ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു, ബംഗാളിയിലെ പറയുന്നത്, മൊനെ ബൊനെ കോനെ. കോനെ എന്ന് വെച്ചാൽ ഒരു മൂലയില്, മൊനെ എന്ന് വെച്ചാൽ മനസ്സിൽ. അല്ലാതെ ഇത് ആഘോഷം എല്ലാവരെയും കൊട്ടി അറിയിച്ചിട്ടല്ല സാധന ചെയ്യേണ്ടത്. അതുപോലെ ബൊനെ എന്ന് വെച്ചാൽ വനത്തിൽ, കാട്ടിൽ, ആർക്കും അറിയാതെ, അത് സ്വകാര്യമായിരിക്കണം നമ്മുടെ ആത്മീയ സാധന. അപ്പോൾ ആദ്യം വിവേകമാണ്. എന്താണ് നിത്യം, എന്താണ് ശാശ്വതം, എന്താണ് സനാതനം, എന്താണ് നശ്വരമല്ലാത്തത്, അനിത്യം എന്താണ്, എന്താണ് നശ്വരം, എന്താണ് ഇല്ലാതെ പോകുന്നത്, കുറച്ച് ദിവസം മാത്രം ക്ഷണികമായിരിക്കുന്നത്. അപ്പോൾ ഈ നശ്വരത്തിനെ ഉപേക്ഷിച്ച് ശാശ്വതത്തിലേക്ക് നമ്മൾ പോകണം. ശാശ്വതത്തിനെ നേടാനുള്ള, അല്ലെങ്കിൽ അതിനെ തിരിച്ചറിയാനുള്ള ശ്രമം നമ്മൾ നടത്തണം. അപ്പോൾ അത് വീതരാഗ. അതുകൊണ്ട് ഈ രാഗ എന്ന് പറയുന്ന കാര്യം, അതിന് വിവേകം ഉണ്ടാവണം. ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ, രസകരമായ കാര്യം, ഈ ലോകത്തിൽ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 99%, അതിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് ഈ വിവേകമില്ല. അതായത് ഈ ലോകം നശിച്ചു പോകും. അപ്പൊ അത് പറഞ്ഞത് നശിച്ചു പോകും, അത് എല്ലാം നശിക്കില്ലേ, അതിലെന്താ അങ്ങനെ വലിയ കാര്യം, നശിച്ചു പോകും. അപ്പൊ നിങ്ങളും നശിച്ചു പോകും. അതെ, ഞാൻ ജീവിക്കുന്നവരെയല്ലേ ജീവിക്കുള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ മരിച്ച് പിന്നെ ഒന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് 99% ആൾക്കാര്. അതാണ് അപ്പൊ ഈ വിവേകം. ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു, ഒട്ടകം മുള്ളു ചെടി കഴിക്കുന്നു, ചോര അങ്ങനെ ഒഴിയുന്നു, പക്ഷെ വീണ്ടും അത് തന്നെ കഴിക്കുന്നു. അപ്പൊ മനുഷ്യനങ്ങനെ തന്നെ, ധനം
പുറകെ പോകുന്നു, ധനത്തിൻ്റെ പുറകെ പോയി ഒരുപാട് ദുഃഖിക്കുന്നു, ഒരുപാട് വെപ്രാളപ്പെടുന്നു, എല്ലാം ചെയ്ത് വീണ്ടും ആരെങ്കിലും അവിടെ പോയാൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ വീണ്ടും പോകുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ സ്കീം, കുറേ പദ്ധതികളൊക്കെ അല്ലേ, അതിലിങ്ങനെ പൈസ ഇട്ടാൽ നിങ്ങൾക്ക് പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞ് എത്രയോ കാലങ്ങളായി ആൾക്കാരിനെ പറ്റിക്കാൻ ആൾക്കാരിങ്ങനെ പദ്ധതികൾ ഇറക്കുന്നുണ്ട്. പക്ഷെ ഇന്നും അങ്ങനെ ഒരു പദ്ധതി വന്നാൽ അതിനും കുറേ ആൾക്കാർ പോകും. എന്തുകൊണ്ട്? ആഗ്രഹം ഉള്ളതുകൊണ്ട്, വിവേകം ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് വീതരാഗ ആദ്യം നമ്മൾ അതിജീവിക്കേണ്ടത് അല്ലെങ്കിൽ അതിക്രമിക്കേണ്ടത് ആസക്തിനെയാണ്. അതെങ്ങനെ ചെയ്യാൻ പറ്റും? വിവേകത്തിലൂടെ, വിചാരണത്തിലൂടെ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഭയം എങ്ങനെയാ വരുന്നത്? ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറയുന്നു, ദ്വിതീയാത് വൈ ഭയം ഭവതി. വൈവിധ്യത്തിനെ കൽപ്പിച്ചാൽ ഭയമുണ്ടാകും, വകതിരിവിനെ കൽപ്പിച്ചാൽ ഭയമുണ്ടാകും. ഞാനല്ലാതെ വേറെ ഒന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഭയമുണ്ടാകും. ഭയമുണ്ടാകുന്നത് ഒന്ന് വകതിരിവ് കൽപ്പിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ഭയമുണ്ടാകുന്നത് അജ്ഞാനം കൊണ്ടുമാണ്. അജ്ഞാനമുള്ളത് കൊണ്ടാണ് വകതിരിവ് കൽപ്പിക്കുന്നത്. എങ്ങനെയാ അജ്ഞാനമുള്ളത്? എന്താണ് എന്ന് അറിഞ്ഞില്ലെങ്കിൽ അവിടെ ഭയമുണ്ടാകും. അന്ധകാരം ഉള്ള സ്ഥലത്ത്, ഇരുട്ടായിരിക്കുന്ന സ്ഥലത്ത് പേടിയുണ്ടാവും. ഇപ്പൊ ചിലപ്പം ചില വഴികളിലൊക്കെ, ഇടവഴികളിലൊക്കെ വിളക്കുണ്ടാവില്ല, സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവില്ല. അവിടെ പോകാൻ ആൾക്കാർക്ക് പേടിയാവും. കാരണം അവിടെ എന്തുണ്ടെന്ന് അറിയില്ല, അന്ധകാരം. അതുകൊണ്ടാണ് രാത്രിയാവുമ്പോൾ വിളക്കില്ലെങ്കിൽ ആൾക്കാർക്ക് പേടി. കാരണം അവിടെ എന്ത് ഉണ്ട് എന്നറിയില്ല. അപ്പോൾ അറിയാത്ത ഒന്ന്, പുതിയ ഒരു കാര്യം പഠിക്കണം, പുതിയ ജോലി ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെയും പേടി. കാരണം അത് അറിയാത്ത ഒന്നാണ്. അറിയാത്ത ഒന്ന് എന്താണോ അവിടെ ഭയം ഉണ്ടാകും. അപ്പൊ ഭയം ഈ രണ്ട് കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒന്ന് അജ്ഞാനം കൊണ്ട്, അറിയാത്തത് കൊണ്ട്. വേറെ ഒന്ന് വകതിരിവ് ഉണ്ടാക്കുന്നത് കൊണ്ട്. അപ്പൊ വകതിരിവും അറിയാത്തത് കൊണ്ട്, അജ്ഞാനം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഭയത്തിൽ നിന്ന് മാറാൻ അല്ലെങ്കിൽ മുക്തരാകാൻ എന്താണ് വഴി? ഇതന്നെയാണ് വഴി. അന്ധകാരമുണ്ടെങ്കിൽ അവിടെ ഒരു ലൈറ്റ് ഇട്ടാൽ പോരെ, അപ്പൊ ഭയം ഉണ്ടാവില്ല. വെട്ടം വന്നാൽ, വെളിച്ചം വന്നാൽ അവിടെ ഭയം ഉണ്ടാവില്ല. അജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ജ്ഞാനം വന്നാൽ ഭയം ഉണ്ടാവില്ല. ആ എന്തിനെ കുറിച്ചാണോ നമ്മൾ പേടിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെയാണോ പേടിക്കുന്നത്, അതിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടായാൽ ഭയം ഉണ്ടാവില്ല. പിന്നെ ഭയം ഉണ്ടാവുന്നത് വകതിരിവ് കൊണ്ടാണെന്ന് വെച്ചാൽ, വകതിരിവ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? പ്രത്യേകിച്ച് ഇന്ന് ശാസ്ത്രത്തിന്റെ എത്ര പുരോഗമനം നടന്നിരിക്കുന്ന ഈ യുഗത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ വകതിരിവ് കൽപ്പിക്കുന്നതെന്ന് തന്നെ അറിയുന്നില്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ പറ്റില്ല. കാരണം ശാസ്ത്രജ്ഞന്മാരൊക്കെ എന്ത് പറയുന്നു? എല്ലാം ഇലക്ട്രോൺ ആണെന്നാണ് പറയുന്നത്. എന്നാൽ ഇലക്ട്രോണിനെ ആരും കണ്ടിട്ടുമില്ല. അത് ഊഹിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ ലോകം മുഴുവൻ, ഈ കാണുന്ന സൃഷ്ടി മുഴുവൻ ഇലക്ട്രോൺ ആണ് എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഉപനിഷത്തിൽ സർവം ഖലു ഇദം ബ്രഹ്മ എന്ന് പറഞ്ഞത്. അതായത് ഈ ഉള്ള സൃഷ്ടി മുഴുവൻ ബ്രഹ്മനാണ് ഈ സൃഷ്ടിയായിട്ട് നമുക്ക് തോന്നുന്നത് എന്ന്. അപ്പൊ ഈ ഇലക്ട്രോൺ ആണ് എല്ലാം എങ്കിൽ, അപ്പൊ പിന്നെ ഇവിടെ വകതിരിവിന്റെ അവിടെ എന്താ കാരണം? വകതിരിവ് എല്ലാം ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ മനുഷ്യരനെ പലരും എങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരനെ എല്ലാവരെയും നോക്കിയാൽ ഒരേ രക്തമാണ് ഉണ്ടാവുന്നത്, മനുഷ്യരൊക്കെ അല്ലേ ഒരേ കുലമല്ലേ, അപ്പൊ എന്തിനാണ് വകതിരിവ്? പക്ഷെ ഈ ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറയുന്ന വകതിരിവ് ഇത്ര ഒരു നിസ്സാര വകതിരിവല്ല. അത് കുറച്ചും കൂടി ഗഹന തലത്തിലുള്ള വകതിരിവാണ്. എന്താണ്? ഞാനല്ലാതെ വേറെ ഒരു വ്യക്തി ഉണ്ട്, അല്ലെങ്കിൽ ഞാനല്ലാതെ വേറെ ഒരു തത്വമുണ്ട്, ഒരു വിഷയമുണ്ട്, ഒരു വസ്തുത ഉണ്ട് എന്ന് പറയുന്ന വകതിരിവ്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതായത് ഈ ലോകത്തിൽ കാണുന്ന, സൃഷ്ടിയിൽ കാണുന്ന എല്ലാം തന്നെ എന്നിൽ അടങ്ങും എന്നുള്ളതാണ് അദ്വൈത വേദാന്തം പറയുന്നത്. അപ്പോൾ അജ്ഞാനം കൊണ്ടാണ് ഞാൻ ഇതിനെ ഇങ്ങനെ വൈവിധ്യമായി കാണുന്നത്, പലതായി കാണുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു തത്വം തന്നെയാണ് എന്നാണ് അദ്വൈത വേദാന്തം പറയുന്നത്.
അപ്പൊ അവിടെ അങ്ങനെ ഒരു തിരിച്ചറിവ്, അങ്ങനെ ഒരു ബോധമുണ്ടായാൽ അവിടെ ഭയമില്ല. ഒരു പുലി വരുന്നു, അപ്പൊ ആ പുലി എന്ത് ചെയ്യും? പുലി വന്ന് എന്നെ ആക്രമിക്കും. അപ്പോ ഇപ്പോ പണ്ട് മായാവതിയിലുള്ളപ്പോ ഒരു ദിവസം ഇങ്ങനെ അവിടെ കുറെ ആൾക്കാർ, ഇപ്പൊ സ്വാമിമാരൊക്കെ വരില്ലേ, അപ്പൊ അവർക്ക് ഈ പുലി കാണണം. കാരണം ഇങ്ങനെ പുലി ഇങ്ങനെ കാണാനൊന്നും പറ്റില്ലല്ലോ ബാക്കി സ്ഥലങ്ങളിൽ. അവിടെ ഞങ്ങൾക്ക് പുലിയൊക്കെ കണ്ട് മടുത്തുപോയി. അപ്പൊ എപ്പൊ നോക്കിയാലും പുറത്തു വരുമ്പോ പുലി പല വിധത്തിലും സൈസിലും. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, എന്താ ബ്രൗൺ കളർ പുലിയൊക്കെ ഞാൻ കാണുന്നു, ബ്രൗണ്, പിന്നെ ഒരു തരം ബ്ലാക്ക്, ഇതൊക്കെ അങ്ങനെ എല്ലാ സൈസിലും, എല്ലാ രൂപത്തിലും, എല്ലാ ആകൃതിയിലും, നിറത്തിലും കണ്ടു. അപ്പൊ ഞങ്ങൾക്കൊക്കെ പുലി കാണുന്ന വലിയ കാര്യം. പക്ഷെ വരുന്ന പുലി കാണാൻ പോകണം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? ഇതിന് ചില സമയങ്ങളുണ്ട്. അത് ആ സമയത്തില് അത് ഒരു വഴിയിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പൊ നമുക്കറിയാം ഈ സ്ഥലത്തിലൂടെ അത് പോകുമെന്ന്. അപ്പോ വണ്ടിയിൽ ഇരുത്തി അവിടെ കൊണ്ടുപോയി നിർത്തും. നിർത്തിയിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും. പുലി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പൊ ടോർച്ച് അടിക്കാന്ന്. പക്ഷെ ഈ പുലിയും നിസ്സാര ജന്തുവല്ല. പുലിക്ക് അറിയാം ഇത് ഇവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെന്ന്, അത് വേറെ വഴി പോകുന്നു. പക്ഷെ അപ്പോൾ അത് കാണാൻ ഭയങ്കര ഭാഗ്യമാണ്. അത് അത്ര വളരെയധികം ഭാഗ്യം ഉണ്ടായാലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഒരു സ്വാമിജി വന്നിട്ട് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോയി വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. പുലി വരുന്ന ആ വഴിയിൽ ഇരിക്കുന്നു. അപ്പോൾ അവിടെ ആ സ്വാമിജി ചോദിച്ചു, അതെ ഇപ്പൊ പുലി വന്നാ എന്താകും എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, സ്വാമിജി അത് പുലി തീരുമാനിക്കണം, നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല, അത് പുലി തീരുമാനിക്കാൻ എന്താകുമെന്ന്. അപ്പൊ അതുപോലെ പുലി വന്ന് നമ്മളെ കാണുമ്പോഴേ ഈ നമ്മള് അയ്യോ പുലി വന്നു എന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം പുലി എന്നിൽ നിന്ന് വ്യത്യസ്തമാണ്, ഭിന്നമാണ്, അത് എന്നെ ആക്രമിക്കും എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ പുലിയും ഞാനും എല്ലാം ഒന്നാണ് എന്നറിഞ്ഞാൽ തന്നെ ഒരിക്കലും പുലിക്ക് ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെയാണ് പല ജ്ഞാനികളുടെ ജീവിതത്തിൽ ഒരു സംഭവം നമ്മളെല്ലാവരും കാണുന്നത്. പല ജ്ഞാനികളുടെ ജീവിതത്തിൽ അവരിങ്ങനെ കാട്ടിൽ പോയപ്പോൾ ഒരു സിംഹം വന്നു. സിംഹം അദ്ദേഹത്തിനെ നോക്കി, അദ്ദേഹത്തിനെ നോക്കി എന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്കാർ രണ്ടും വേറെ വഴിയിൽ പോയി. അവിടെ ഒന്നും ആക്രമിക്കുന്നൊന്നുമില്ല. ഈ ഭഗവത്ഗീതയിന് ലളിതമായ തർജ്ജമ ചെയ്ത സ്വരൂപാനന്ദജി, അദ്വൈതാശ്രമത്തിന്റെ ആദ്യ അധ്യക്ഷനായിരുന്ന സ്വരൂപാനന്ദജി, പ്രബുദ്ധ ഭാരത എന്നുള്ള മാസികയുടെ ആദ്യത്തെ സന്യാസി പത്രാധിപനായിരുന്ന സ്വാമിജി വിവേകാനന്ദ സ്വാമികളുടെ ശിഷ്യനായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പുലി വന്നു, സ്വാമിജി ധ്യാനിച്ചുകൊണ്ടിരുന്നു. പുലിയും സ്വാമിജിന്റെ മുന്നിൽ വന്ന് ഇരുന്നു, കുറെ നേരം ഇരുന്നു. പിന്നെ പുലിയും പോയി, സ്വാമിജിയും ധ്യാനിച്ച് എഴുന്നേറ്റ് പോയി. അപ്പോൾ എന്തുകൊണ്ട്? അവിടെ വകതിരിവ് ഇല്ല. യഥാർത്ഥത്തിൽ ഈ വകതിരിവ് ഇല്ലെങ്കിൽ അത് മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവും? എല്ലാവർക്കും ആ വ്യക്തിയുടെ അടുത്ത് പോയാൽ ഒരു പരിമിതിയും ഇല്ലാതെ അവരുടെ സ്വഭാവം മാറും. അതായത് അവർക്കൊന്നും നാണോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ആ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് എല്ലാ തരത്തിലും. അപ്പോൾ ഞങ്ങൾക്കൊരു സ്വാമിജി ഉണ്ടായിരുന്നു, 12ാമത്തെ അധ്യക്ഷൻ, രാമകൃഷ്ണ മഠം രാമകൃഷ്ണ മിഷന്റെ 12ാമത്തെ അധ്യക്ഷൻ സ്വാമി ഭൂതേശാനന്ദജി മഹാരാജൻ. പലരും കണ്ടിട്ടുണ്ടോ? അപ്പോൾ സ്വാമിജിന്റെ മുന്നിൽ പോയ എല്ലാവരും പറയും, മനസ്സിൽ നല്ല ചിന്തകൾ മാത്രമേ വരുള്ളൂ എന്ന്. കാരണം ആ സ്വാമിജീന്റെ മനസ്സ് ശുദ്ധമായിരിക്കുന്നത് കൊണ്ട് ആ സ്വാമിജീന്റെ അടുത്ത് ആരൊക്കെ വരുന്നോ അവരുടെ മനസ്സും ആ സമയമെങ്കിലും അത് ശുദ്ധമാകുന്നു എന്നാണ്. അപ്പൊ വകതിരിവില്ലാത്ത ഈ ജ്ഞാനികളുടെ അടുത്ത് എല്ലാവരും, പ്രത്യേകിച്ച് ഈ ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് അവരെ. കാരണം അവർക്ക് എന്തോ അറിയില്ല, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഇവരിനെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ആർക്കും ഒരു പേടി ഉണ്ടാവില്ല. അതാണ് വകതിരിവില്ലാതെ. അപ്പോൾ അതെങ്ങനെ വരുന്നു? ഭയം ഇല്ലാതാകുമ്പോൾ. അപ്പൊ ഭയം എന്തുകൊണ്ട് ഇല്ലാതാകുന്നു? കാരണം ഞാൻ നിന്നിൽ നിന്ന് അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് ഭിന്നമായ ഒരു ഇതല്ല, അല്ലെങ്കിൽ എന്നിൽ നിന്ന് ഭിന്നമായതല്ല ഈ സൃഷ്ടി എന്നുള്ള തിരിച്ചറിവ് ഉള്ളത് കൊണ്ട് ഭയമില്ല. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് വിവേകം ഉണ്ടായിരുന്നാൽ നമുക്ക്
ആസക്തി ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിച്ചാൽ അല്ലെങ്കിൽ ധ്യാനിച്ചാൽ നമുക്ക് ഭയം ഉണ്ടാവില്ല. അഭയ പ്രതിഷ്ഠ, അതായത് നമ്മൾ അഭയത്തിൽ, ഭയം ഇല്ലാത്ത അവസ്ഥയിൽ പ്രതിഷ്ഠിതരായിരിക്കും. എങ്ങനെ? കാരണം നമ്മൾ ചിന്തിക്കുന്നു, ഞാൻ ഈ ശരീരമല്ല, അല്ലെങ്കിൽ ഞാൻ ഭഗവാന്റെ സന്തതിയാണ്. ആ ചിന്തയിൽ തന്നെ നമുക്ക് ഭയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഭയം ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മുടെ ബൃഹത് സ്വരൂപത്തിനെ, വലിയ സ്വരൂപത്തിനെ കുറിച്ച് ചിന്തിക്കണം. ഇപ്പോ ഞാൻ വിഷ്ണുവിനെ സന്തതിയാണ് അല്ലെങ്കിൽ ദുർഗയുടെ സന്തതിയാണ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അങ്ങനെ ഭയം ഉണ്ടാവും? ഒരു വ്യക്തി DGPയുടെ മകനാണ് എന്ന് പറഞ്ഞല്ലോ, ഒരു ഇതിന് പറയുന്നത്. അപ്പൊ DGPയുടെ മകൻ എന്തിനാ പേടിക്കേണ്ടത്? അച്ഛൻ DGP ആണ്, എല്ലാം നോക്കോളൂ. അങ്ങനെ ഒരു ദുർഗയുടെ സന്തതിയാണ് എന്ന് ഞാൻ എപ്പോഴും ഓർത്തെങ്കിൽ എനിക്ക് ഭയം ഉണ്ടാവില്ല. അപ്പോൾ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന ബോധം, ആ ബോധം വേണം. അങ്ങനെ വീത, രാഗ, ഭയ, ക്രോധ. ക്രോധ എന്താണ്? ക്രോധ എന്ന് വെച്ചാൽ രണ്ടാമത്തെ അധ്യായത്തിൽ തന്നെ 62-63 ശ്ലോകത്തിൽ നമ്മൾ കാണുന്നു. സംഘതേഷു ഉപജായത്തെ സംഘാസഞ്ജായത്തെ കാമഃ. ഈ ആസക്തി കൊണ്ട് ആഗ്രഹം ഉണ്ടാകുന്നു. കാമാത് ക്രോധ അഭിജായത്തെ. വിവേകാനന്ദ സ്വാമികൾ ഇൻസ്പയർഡ് ടോക്സിൽ പറയുന്നു, ആങ്കർ ഇസ് ക്രിസ്റ്റലൈസ്ഡ് ലസ്റ്റ്. അപ്പോ കാമം എന്ന് പറയുന്ന, അതായത് ആഗ്രഹം, അത് കൂടുമ്പോൾ, അത് ആ ആഗ്രഹം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ആഗ്രഹത്തിനെ പൂർത്തിയാക്കുന്നതിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമ്പോൾ, അപ്പോൾ എന്താകുന്നു? ക്രോധ അഭിജായത്തെ. അപ്പോൾ നമുക്ക് ക്രോധം ഉണ്ടാകുന്നു, നമുക്ക് ദേഷ്യം ഉണ്ടാകുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ക്രോധം ഇല്ലാതാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആഗ്രഹം കുറവാക്കണം. ആഗ്രഹം കുറവാക്കിയാൽ തന്നെ ക്രോധം അല്ലെങ്കിൽ ദേഷ്യം ഇല്ലാതാകും. ദേഷ്യം കൂടുതലുള്ള ആൾക്കാരെന്താണ്? അവർ പ്രതീക്ഷയും ആഗ്രഹങ്ങളും അവർക്ക് കൂടുതലാണ് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ ആഗ്രഹങ്ങളും പ്രതീക്ഷയും കുറവാക്കിയാലേ നമുക്ക് ക്രോധ അല്ലെങ്കിൽ ദേഷ്യം നമുക്ക് ഉണ്ടാവാതിരിക്കുള്ളൂ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു. ശുഭരാത്രി. ശുഭരാത്രി എല്ലാവർക്കും ശുഭരാത്രി. എല്ലാവർക്കും